തൊടുപുഴയിലെ പോലീസ് അതിക്രമത്തിൻ്റെ ഒരു വാർത്ത കൂടി പരിശോധിക്കണം. തൊടുപുഴയിൽ പോലീസിൻ്റെ മർദ്ദനത്തിൽ യൂത്ത് കോൺഗ്രസ് നേതാവിൻ്റെ കാഴ്ച ഭാഗികമായി നഷ്ടപ്പെട്ടതായി പരാതി. എന്നാൽ ഈ പരാതിയിന്മേൽ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. 2022 സംഭവം ഉണ്ടാകുന്നത്. അതിനുശേഷം പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റി കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടും യാതൊരു ഫലവും ഉണ്ടായില്ല. യൂത്ത് കോൺഗ്രസ് തൊടുപുഴ നിയോജക മണ്ഡലം പ്രസിഡന്റ് ബിലാലിനാണ് 2022 അതായത് അന്ന് കോൺഗ്രസിൻ്റെ ഒരു പ്രതിഷേധത്തിനിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് പരിക്കേറ്റിരുന്നു. അതിനിടെയാണ് ബിലാലിൻ്റെ കാഴ്ചശക്തി ഭാഗികമായി നഷ്ടപ്പെട്ടത്. അന്നത്തെ അടിക്ക് ഇടത് കണ്ണിനാണ് പരിക്ക് പറ്റിയത്. ഏകദേശം കൺപോളയിൽ 28ഓളം സ്റ്റിച്ച് ഉണ്ടായിരുന്നു. ഇടത് കണ്ണിൻ്റെ ലെൻസ് പൂർണ്ണമായിട്ടും തകർന്ന് അത് നമ്മൾ മാറ്റിവെച്ചു. ഇപ്പോഴും അതിൻ്റെ ചികിത്സ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറ്റക്കാരനായിട്ടുള്ള അജിൻ DD എന്ന് പറയുന്ന പോലീസുകാരനെതിരെ കർശന നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് കംപ്ലയിൻറ്റ്സ് അതോറിറ്റിയുടെ ഓർഡർ ഈ കഴിഞ്ഞ മാർച്ച് മാസം 20-ാം തീയതി ഇറങ്ങിയതാണ്. അപ്പോൾ 5 മാസത്തോളം കഴിഞ്ഞു. പക്ഷെ ഇതുവരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. PA സാഗർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സാഗർ, 2022 നടന്ന സംഭവം. അതിനുശേഷം ബിലാൽ നിയമപോരാട്ടം നടത്തി. പോലീസ് കംപ്ലയിൻറ്റ്സ് അതോറിറ്റി ഈ ആരോപണ വിധേയനായ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി വേണമെന്ന് നിർദ്ദേശം നൽകി. അതും കാറ്റിൽ പറത്തി. ആരാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കുന്നത്? സാഗർ, തൊടുപുഴയിൽ നടക്കുന്ന ലാത്തിച്ചാർജിലാണ് യൂത്ത് കോൺഗ്രസ് തൊടുപുഴ നിയോജക മണ്ഡലം പ്രസിഡന്റായ ബിലാൽ സമദിന് കണ്ണിന് അടിയേക്കുന്നത്. 2022 ജൂൺ 14-നാണ് ഈ തൊടുപുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇത്തരത്തിലൊരു പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഇടുക്കി DCC പ്രസിഡന്റിനെ CPM പ്രവർത്തകർ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു അന്ന് ഈ യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ തൊടുപുഴയിൽ മാർച്ച് സംഘടിപ്പിച്ചത്. തുടർന്ന് മാർച്ച് സംഘർഷത്തിൽ എത്തുകയായിരുന്നു. തുടർന്ന് പോലീസ് ലാത്തിച്ചാർജ് നടത്തി. ഈ ലാത്തിച്ചാർജിനിടയിലാണ് യൂത്ത് കോൺഗ്രസ് തൊടുപുഴ നിയോജക മണ്ഡലം പ്രസിഡന്റായ ബിലാൽ സമദിന് പരിക്കേൽക്കുന്നത്. ബിലാലിന്റെ കണ്ണിനും തലയ്ക്കും പോലീസിന്റെ ലാത്തി കൊണ്ടുള്ള അടിയേറ്റു. തുടർന്ന് ആ സമയത്ത് തന്നെ ബിലാലിനെ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. തുടർന്ന് ആ സമയത്ത് 3 മാസത്തോളം ബിലാൽ ആശുപത്രിയിൽ ചികിത്സയിലായി. തമിഴ്നാടുള്ള കണ്ണ് ആശുപത്രിയിൽ ഉൾപ്പെടെയായിരുന്നു ബിലാലിന്റെ ചികിത്സ. ഈ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ വരെ എത്തിയിരുന്നു പിന്നീട് ഈ നാളുകൾ നീണ്ട ചികിത്സയ്ക്കൊടുവിലാണ്, അല്ലെങ്കിൽ മാസങ്ങൾ നീണ്ട ചികിത്സയ്ക്കൊടുവിലാണ് ബിലാലിന് ഒരു കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടിയത്. അന്നത്തെ പോലീസിന്റെ അതിക്രമത്തിൽ ബിലാലിന്റെ ഒരു കണ്ണിന്റെ 70% കാഴ്ചയാണ് നഷ്ടപ്പെട്ടത്. കണ്ണിന്റെ ലെൻസ് സഹിതം അടക്കം തകരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് ഇത് മാറ്റിവെക്കുന്നവർ ഉൾപ്പെടെയുള്ള ശസ്ത്രക്രിയകൾ നടത്തി. അന്ന് കോൺഗ്രസിന്റെ അടക്കം ഉന്നത നേതാക്കന്മാർ ബിലാലിനെ ആശുപത്രിയിൽ സന്ദർശിച്ചിരുന്നു. തുടർന്ന് ബിലാൽ നിയമ പോരാട്ടം നടത്തുകയായിരുന്നു. ഈ തന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടാൻ ഇടയാക്കിയ പോലീസുകാരനെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബിലാൽ കേരള പോലീസിനും പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിക്കും മനുഷ്യാവകാശ കമ്മീഷനും ഉൾപ്പെടെ പരാതി നൽകി. എന്നാൽ ഇതിലൊന്നും യാതൊരു നടപടിയും ആയില്ല. ഈ പോലീസ് പരാതി പരിഗണിച്ചു പോലുമില്ലെന്നും ബിലാൽ ആരോപിക്കുന്നുണ്ട്. ബിലാൽ സ്വകാര്യ അന്യായം പിന്നീട് കോടതിയിൽ ഫയൽ ചെയ്തു. ഇതിനിടെയാണ് ഈ പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി പോലീസുകാരനെതിരെ നടപടി വേണമെന്ന് നിർദ്ദേശിച്ചത്. ഈ പോലീസുകാരന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായെന്നും പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി നിരീക്ഷിച്ചു. ഈ കഴിഞ്ഞ മാർച്ച് മാസത്തെ ഒരു ഉത്തരവ് പുറത്തിറങ്ങിയിരുന്നു. ഈ ഉത്തരവിൽ ഈ പോലീസുകാരനെതിരെ, അതായത് ബിലാലിന്റെ കണ്ണിന്റെ കാഴ്ച പോകാൻ കാരണക്കാരനായ പോലീസുകാരനെതിരെ കർശന നടപടി വേണമെന്നായിരുന്നു നിർദ്ദേശം. എന്നാൽ ഈ നിർദ്ദേശം വന്ന് ഇപ്പോൾ 4 മാസം പിന്നിട്ടിട്ടും ഈ പോലീസുകാരനെതിരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നാണ് ബിലാൽ ഇപ്പോൾ ആരോപിക്കുന്നത്. ഈ ലാത്തിയിൽ കമ്പി കെട്ടി മർദ്ദിച്ചു എന്നതായിരുന്നു ബിലാലിന്റെ മറ്റൊരു ആരോപണം. ഈ ആരോപണം ശരിവെക്കുന്ന തരത്തിലായിരുന്നു അന്ന് ബിലാലിന്റെ തലയിലുണ്ടായ മുറിവുകൾ. 6 സ്റ്റിച്ചാണ് ഇദ്ദേഹത്തിന്റെ തലയിൽ അന്ന് ഉണ്ടായിരുന്നത്. കണ്ണിലും കൺപോളയിലുമായി 27ഓളം സ്റ്റിച്ചുകളും ഉണ്ടായിരുന്നു. ഈ മർദ്ദനത്തിൽ കണ്ണിലെ ലെൻസ് മാറിവെച്ചെങ്കിലും ബിലാൽ ഇപ്പോഴും ചികിത്സ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുത്തിയ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ മാത്രം ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നതാണ് ബിലാൽ ഇപ്പോൾ ആരോപിക്കുന്നത്.